പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാനായി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പെത്തി. സംസ്ഥാനത്ത് 2026 മെയ് മാസം 25 തിങ്കളാഴ്ച മുതൽ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നലെ മുതൽ 26.67 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 5 സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മെയ് മാസത്തുക എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകൾ പുറത്തുവന്നെങ്കിലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടില്ല. DBD സംവിധാനം വഴിയുള്ള തുക വിതരണത്തിൽ നേരിയ തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് പെൻഷൻ വിതരണം വൈകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നും ഗുണഭോക്താക്കളുടെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പെൻഷൻ തുക വൈകുന്നതിന് കാരണമായിരിക്കുന്നത്. അതുമാത്രവുമല്ല, സേവനയുടെ വെബ്സൈറ്റിൽ നിന്ന് ഗുണഭോക്താക്കളുടെ എണ്ണവും ലിസ്റ്റും ഒക്കെ അറിയിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒരേപോലെ ക്രമീകരിച്ച് വേണം പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കാൻ. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തുക അനുവദിച്ചിരുന്നു. സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കേരളം പൊതുവിപണിയിൽ നിന്നും 1800 കോടി രൂപ കൂടി കടമെടുക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ ഭാഗികമായി ആരംഭിക്കാനാണ് സാധ്യത. ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും പുറമെ ഈ മാസം ക്ഷേമ പെൻഷനും സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യേണ്ടതുണ്ട്. ഇന്നു മുതൽ ആദ്യഘട്ടമെന്നോണം പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയും നാളെ മുതൽ വിതരണം കൂടുതൽ സജീവമാക്കുകയും ചെയ്യും. പെൻഷൻ വിതരണത്തിനായി 2 ആഴ്ച സമയമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം ആദ്യവാരത്തോടുകൂടി പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതാണ്. 2ാം ഘട്ടമായി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ 24 ലക്ഷത്തോളം വരുന്ന കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും നാളെ മുതൽ സംസ്ഥാനത്ത് സജീവമാകും. ക്ഷേമ പെൻഷൻ തുക കൈമാറിയതായി ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെ ഈ സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടുണ്ട്. സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേർന്നു തുടങ്ങും. 16 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് അർഹരായിട്ടുള്ളത്. പുതിയ അപേക്ഷകളും ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ട രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളെയോ കോമൺ സർവീസ് സെന്ററുകളെയോ സമീപിച്ച് അപേക്ഷകർ ഇപ്പോൾ തന്നെ സമർപ്പിക്കാവുന്നതാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഉദ്യോഗസ്ഥർ നൽകുന്ന മുറയ്ക്ക് അറിയിപ്പ് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.